9-ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലെ കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് പരിശോധിച്ച് നോക്കാം. റൈറ്റിലിപ്പം നമുക്ക് ടയറിൻ്റെ പ്രഷർ കുറവാണ് എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പം ഓൾറെഡി ബാക്ക് സൈഡ് റൈറ്റ് സൈഡ് പ്രഷറിൻ്റെ ഇതാ റെഡിൽ നമുക്ക് കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ വിശദമായിട്ട് പരിചയപ്പെടുത്തുന്ന മാരുതി സുസുക്കിയുടെ ഏറ്റവും പുതിയ ഡിസയറാണ്. ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനം കൂടിയാണ് മാരുതിയുടെ ഡിസയർ. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വാഹനം കൂടിയാണ് മാരുതിയുടെ ഡിസയർ. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പം നിരത്തുകളിൽ അധികമായിട്ട് കാണുന്ന ഒരു വാഹനം കൂടിയാണ് മാരുതിയുടെ ഡിസയർ. എഞ്ചിൻ സൈഡിലേക്ക് വരികയാണ്. ഏറ്റവും പുതുതായിട്ട് അവതരിപ്പിച്ച ഒരു എഞ്ചിൻ സൈഡാണ് ഡിസയറിനുള്ളത്. Z12 എഞ്ചിനാണ് വരുന്നത്. അത് 1.2 3 സിലിണ്ടറോട് കൂടി വരുന്ന ഒരു എഞ്ചിൻ കൂടിയാണ്. 24 കിലോമീറ്ററാണ് കമ്പനി മൈലേജ് അവകാശപ്പെടുന്നത്. അത് നിലവിൽ അധികം ആൾക്കാർക്കും ഏകദേശം അത്ര കിട്ടുന്നുണ്ട്. നമുക്കൊരു ടെസ്റ്റ് ഡ്രൈവ് വന്നിട്ട് കൂടുതൽ കാര്യങ്ങൾ ഡ്രൈവും പിന്നെ വണ്ടിയുടെ കംഫർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. ഡിസയർ ZXi പ്ലസ് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. കുറച്ച് നേരമായിട്ട് ഞാൻ ഓടിക്കുന്നുണ്ട്. ഒരു ഫാമിലിക്ക് നല്ലൊരു വാഹനം വേണം, കംഫർട്ടായിട്ട് യാത്ര ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് പുതിയ ഡിസയർ. സെഡാൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബോഡി റോളിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ലാഗ് ഒട്ടും തന്നെ ഇല്ല. നമുക്ക് ഒഴുകി വണ്ടി റോഡിലൂടെ പോകുന്ന ഒരു വാഹനം കൂടിയാണ് പുതിയ ഡിസയർ. അത്യാവശ്യം മൈലേജ് തരുന്നുണ്ട്. ഈ ഒരു വേരിയൻ്റ് ഓട്ടോമാറ്റിക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിന് 25 ആണ് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ്. സിറ്റിയിലൊക്കെ ആണെങ്കിൽ ഈ ഒരു വാഹനത്തിന് 18-19 ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അത് ഹൈവേയിലെത്തുമ്പോൾ നമുക്കൊരു 22 വരെയൊക്കെ മൈലേജ് കിട്ടാൻ ചാൻസ് ഉണ്ട്. മൈലേജ് കിട്ടുന്ന ഫാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഒന്ന് റോഡ് കണ്ടീഷൻ, അതുപോലെ തന്നെ നമ്മൾ ഡ്രൈവിങ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് മൈലേജ് കിട്ടാൻ സാധ്യതയുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ RPM കൂട്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഏത് വാഹനത്തിൻ്റെയും നമുക്ക് മൈലേജ് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പം നമ്മൾ കുറച്ച് ഡിസിപ്ലിനായിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മൈലേജ് കിട്ടാൻ സാധ്യതയുള്ളൂ. അത് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് കിട്ടണം. കുറച്ച് ഈ പറയുന്ന 2 കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഓടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കമ്പനി പറയുന്ന മൈലേജ് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ വരുന്നത് ഈ ഒരു വാഹനത്തിന് ക്രൂയിസ് കൺട്രോൾ കൂടി വരുന്നുണ്ട്. നമ്മളിപ്പം ഹൈവേയിലൊക്കെ പോവുകയാണെങ്കിൽ ഒരു 60 കിലോമീറ്ററിൽ നമുക്ക് വാഹനം ക്രൂയിസ് കൺട്രോൾ ഉപയോഗിച്ചിട്ട് നമുക്ക് 60-ൽ തന്നെ പോകാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മൈലേജ് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഒരു ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന ഹൈവേയിൽ പോകുന്നവർക്ക് ക്രൂയിസ് കൺട്രോൾ വളരെ ഉപകാരപ്പെടും. അങ്ങനെ ഒരു ഫീച്ചറും കൂടി ഈ ഒരു ഡിസയറിൽ സുസുക്കി അവതരിപ്പിച്ചിട്ടുണ്ട്. 60 കിലോമീറ്റർ ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്കിപ്പോൾ 40-50-ലൊക്കെ ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കാലിനൊരു ടെൻഷൻ കൊടുക്കേണ്ട. ലോങ് ഒക്കെ ഹൈവേയിൽ പോകുമ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി പോയിക്കോളും. നമുക്കിപ്പം ഡ്രൈവിംഗ് അറിയാത്തവർക്കൊക്കെ ഈ ഓട്ടോമാറ്റിക് വേരിയൻറ്റ് ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ റോഡ് കണ്ടീഷനിലെല്ലാം ഞാൻ വ്യൂവേഴ്സിന് ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന ഓട്ടോമാറ്റിക്കാണ്. ഓട്ടോമാറ്റിക്കിൽ തന്നെ ഇതിൽ ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഒക്കെ ഉണ്ട്. അതിപ്പോൾ ഡ്രൈവിംഗ് സ്കില്ലില്ലാത്തവർക്കൊക്കെ പെട്ടെന്ന് പുതുതായിട്ട് പഠിച്ചിറങ്ങുന്നവർക്കൊക്കെ ഒരു ചെറിയൊരു കയറ്റത്തിലൊക്കെ വാഹനം എടുത്തു പോകണമെങ്കിൽ നമ്മൾ ഈ റിവേഴ്സ് വരില്ല ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഉണ്ടെങ്കിൽ. അങ്ങനെ ഒരു ഫീച്ചർ ഇതിലുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ നമുക്ക് ടെൻഷനില്ല ഓട്ടോമാറ്റിക് സിറ്റിയിലൊക്കെ എടുത്തു പോകുമ്പോൾ. അതും ഈ ഒരു ഡിസയറിൽ നമുക്ക് ഒട്ടും തന്നെ ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് വളരെ സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ട്രാഫിക്കിലൊക്കെ ഈ ഒരു വാഹനം പെടുകയാണെങ്കിൽ നമ്മൾ ബ്രേക്കിൽ തന്നെ കാല് വെച്ചിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുമ്പം വണ്ടി മൂവായി തുടങ്ങും. അതായത് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കണ്ട. നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ഒരു ബ്ലോക്കിൽ ഈ ഒരു വാഹനം പെടുകയാണെങ്കിൽ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുമ്പോൾ തന്നെ നമ്മൾ വാഹനം മൂവായി തുടങ്ങും, ആക്സിലേറ്റർ കൊടുക്കാതെ തന്നെ. അതുകൊണ്ട് നമ്മൾക്കിപ്പം 1 കിലോമീറ്ററൊക്കെ ചില സമയത്ത് നമുക്ക് ബ്ലോക്ക് തന്നെ ഉണ്ടാവും. നമ്മൾ ബ്രേക്കിൻ്റെ മുകളിൽ മാത്രം കാല് വെച്ചാൽ മതി, വണ്ടി മൂവ് ആയിക്കോളും, ആക്സിലേറ്റർ കൊടുക്കണ്ട. അതുകൊണ്ട് നമുക്ക് കാലിനുള്ള ടെൻഷൻ കുറഞ്ഞു കിട്ടും. അങ്ങനെ ഒരു നല്ലൊരു ഫീച്ചറാണ് നമ്മൾ ഈ ഒരു സാഹചര്യത്തിലൊക്കെ നമുക്ക് എടുത്തു പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു വാഹനത്തിന് കൊണ്ടുവന്നിട്ടുള്ളത്. ഫ്രണ്ട് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഡ്രൈവർ സീറ്റിൽ നമുക്ക് സ്റ്റിയറിംഗിൽ തന്നെ നമുക്ക് വോളിയം കൺട്രോളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വേരിയൻറ്റിൽ വരുന്നുണ്ട്. 9-ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. അതിൽ 4 സ്പീക്കേഴ്സ് വരുന്നുണ്ട്. നല്ല മ്യൂസിക് ആംബിയൻസ് ആണ് നമുക്ക് തരുന്നത് ഈ ഒരു വാഹനത്തിന്. മിറേഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്, മിറേഴ്സ് ഫോൾഡിങ് വരുന്നുണ്ട്, പിന്നെ വയർലെസ് ചാർജിങ് വരുന്നുണ്ട്, പിന്നെ USB ചാർജിങ് സ്പോട്ട് വരുന്നുണ്ട്, കപ്പ് ഹോൾഡിങ് വരുന്നുണ്ട്. മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഒരു സൺറൂഫ് വരുന്നുണ്ട്. നല്ല വിശാലമായിട്ടുള്ളൊരു സൺറൂഫ് വരുന്നുണ്ട്. 9-ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലെ കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇതിൽ ഒന്നാമത് ടയർ പ്രഷർ, പിന്നെ അതുപോലെ തന്നെ
ഫ്യൂവൽ ആവറേജ് എത്ര കിലോമീറ്റർ നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട്, പിന്നെ വയർലെസ് ചാർജിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ടയർ പ്രഷർ മോണിറ്റർ എന്ന് പറയുന്നത് നമുക്കിപ്പം ഈ ഒരു ഫീച്ചേഴ്സിൽ വരുന്നതാണ് ഈ ഒരു വാഹനത്തിന്. നമുക്ക് 4 ടയറിൻ്റെയും പ്രഷർ കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഫ്യൂവൽ എക്കണോമി, ഇപ്പം നമ്മൾ സിറ്റി ഡ്രൈവാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇത്രയും നിർത്തി എടുക്കുന്നതുകൊണ്ടാണ് അത്ര കാണിക്കുന്നത്. പിന്നെ നമ്മൾ ഡോർ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ ഡോർ ഓപ്പൺ വാണിംഗ് വരുന്നുണ്ട്. പിന്നെ പാർക്കിംഗ് ബ്രേക്കിൻ്റെ വരുന്നുണ്ട്, സീറ്റ് ബെൽറ്റിൻ്റെ ഒരു വാണിംഗ് വരുന്നുണ്ട്, ഫ്യൂവലിൻ്റെ വാണിംഗ് വരുന്നുണ്ട്. ഫ്യൂവൽ ഇപ്പം കുറവായതുകൊണ്ട് നമുക്ക് റെഡിൽ തന്നെ കാണിക്കുന്നുണ്ട്. അത് കീ സെൻസർ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ അത് അടുത്ത് റോഡ് വാണിംഗ് വരുന്നുണ്ട്. റൈറ്റിലിപ്പം നമുക്ക് ടയറിൻ്റെ പ്രഷർ കുറവാണ് എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പം ഓൾറെഡി ബാക്ക് സൈഡ് റൈറ്റ് സൈഡ് പ്രഷറിൻ്റെ ഇതാ റെഡിൽ നമുക്ക് കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ പാർക്കിംഗ് അസിസ്റ്റ് വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നമ്മളെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. റിയർ സൈഡിലേക്ക് വരികയാണെങ്കിൽ വിശാലമായിട്ട് തന്നെ ഉണ്ട്. റിയർ സൈഡിലെ സീറ്റ് നമുക്ക് അറിയാം, ഞാനൊരു അത്യാവശ്യം ഹൈറ്റുള്ള ഒരാളാണ്. നമുക്ക് ഹെഡ് സ്പേസ് നന്നായിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഹെഡ് തല മുട്ടുന്നു അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ലെഗ് സ്പേസ് അത്യാവശ്യം മാക്സിമം ഫ്രണ്ട് സീറ്റ് ഇറക്കി വെച്ചിട്ടും എനിക്ക് ലെഗ് സ്പേസ് നന്നായിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞെങ്കിൽ റിയർ സൈഡിലേക്ക് നമുക്ക് ഇവിടെ ഒരു ഹമ്പ് നിലവിലില്ല. അതുകൊണ്ട് നമുക്ക് 3 പേര് ഇരിക്കുമ്പോൾ സെൻട്രലായിട്ട് ഇരിക്കുന്നവർക്ക് കുറച്ചും കൂടെ സ്പേഷ്യസ് ആയിട്ട് കാല് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. പിന്നെ വരുന്നത് നമുക്ക് ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട് സെൻട്രലായിട്ട്. ഈ സെഡാൻ സെഗ്മെൻറ്റിൻ്റെ ഏറ്റവും വീൽ വൈസ് വരുന്നത് 2450 വീൽ വൈസ് വരുന്നുണ്ട്. അതുകൊണ്ട് സെഡാൻ സെഗ്മെൻറ്റിൽ ഏറ്റവും വിശാലമായിട്ടുള്ളൊരു സെഗ്മെൻറ്റ് തന്നെയാണ് ഈ ഒരു ഡിസൈറിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ടൈ സപ്പോർട്ട് അത്യാവശ്യമുണ്ട്. അതുപോലെ തന്നെ 2 ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. റൂഫിലായിട്ട് 2 ലൈറ്റും കൂടി വരുന്നുണ്ട് ഈ ഒരു വാഹനത്തിന്. 2 ചാർജിങ് സ്പോട്ട് വരുന്നുണ്ട്. പിന്നെ AC വെൻറ്റ് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ആ റിയർ സൈഡിലേക്ക് വരുമ്പം നമുക്ക് ഡിസൈറിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഒരു ഡിസൈറിൻ്റെ ഫ്രണ്ട് ലുക്ക് വരുന്നത് പഴയ സ്വിഫ്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പുതിയൊരു ഡിസൈനാണ് മാരുതി സുസുക്കി അവതരിപ്പിച്ചിട്ടുള്ളത്. അത് വളരെ മനോഹരമായിട്ട് തന്നെ ഉണ്ട്. ഫ്രണ്ട് ലുക്ക് നമുക്ക് കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു DRL LED ലൈറ്റാണ് വരുന്നത്. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വരുന്ന ഒരു ലൈറ്റാണ് വരുന്നത്. സെൻട്രലായിട്ട് മാരുതിയുടെ എംബ്ലം വരുന്നുണ്ട്. ഒരു സെഡാൻ സെഗ്മെൻറ്റിനെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ വശങ്ങളിൽ നിന്നുള്ള വ്യൂ. വീല് നോക്കുകയാണെങ്കിൽ 15 ഇഞ്ചാണ് വരുന്നത് വീല്. അത് പേർഷ്യസ് കട്ട് അലോയ് വീലായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ മിറേഴ്സിൻ്റെ അടിയിലായിട്ടൊരു 360 ക്യാമറ വരുന്നുണ്ട്. മിറേഴ്സിന് വരുന്ന ബോഡി കളർ തന്നെയാണ് വരുന്നത്. മിറേഴ്സിൻ്റെ സൈഡിലായിട്ട് ഒരു ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഫിംഗർ ടച്ച് ഓപ്പൺ ഒരു ഡോർ പാഡിൽ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ. റിയർ സൈഡിലേക്ക് വരികയാണ് നമ്മൾ 3D ട്രിനിറ്റി ഒരു ടൈൽ ലാമ്പാണ് വരുന്നത്. അത് ഒരു കട്ടായിട്ടാണ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു മാരുതിയുടെ ഒരു എംബ്ലം വരുന്നുണ്ട്. പിന്നെ ഒരു ഡിസൈർ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ നമ്പർ പ്ലേറ്റിൻ്റെ മുകളിലായിട്ടൊരു 360 ക്യാമറൻ്റെ ഒരു പോയിന്റ് വരുന്നുണ്ട്. അത് റിവേഴ്സ് ക്യാമറൻ്റെ ഒരു പോയിന്റ് കൂടിയാണ്. പിന്നെ സെൻസറിങ് വരുന്നുണ്ട് ബമ്പറിലായിട്ട്. 382 ആണ് ബൂട്ട് സ്പേസ് വരുന്നത്. അത് അത്യാവശ്യം ഒരു ഫാമിലിക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബൂട്ട് സ്പേസ് തന്നെ ഈ ഒരു വാഹനത്തിനുണ്ട്.